നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് നയമെന്ന് നിലപാടെടുത്ത് ചവറ്റുകുട്ടയിലിട്ട് ഇടതുപക്ഷ സർക്കാർ. വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ കാശ് കൊടുക്കണം എന്നാവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്ത്. ഇവിടെ നമ്മുടെ FKHയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിൽ നിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ പലരും കൊടുക്കാം, ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണതെല്ലാം വെറുതെ ഫേക്കായിട്ടുള്ള വാർത്തയാണ്. ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല. എന്നിട്ടും ഈ പ്രസിഡന്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മദ്യത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശം ഡ്രൈ ഡേ ഒഴിവാക്കാൻ, ബാറുകളുടെ സമയം കൂട്ടൽ അടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരുമെന്നും അതിൽ ഡ്രൈ ഡേ അടക്കമുള്ളവ എടുത്തു കളയുമെന്ന് പറയുന്ന ശബ്ദരേഖയിൽ കാശ് കൊടുക്കാതെ ആരും നമ്മെ സഹായിക്കില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ തന്നെ ഇപ്പോൾ ബാറുകൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന ഇരട്ടത്താപ്പിന്റെ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് നയമെന്ന് പറയുന്നവർ തന്നെയാണ് ആകെ ഒരു ദിവസം നടത്തുന്ന മദ്യവർജനം, അതായത് ഡ്രൈ ഡേ കൂടെ എടുത്തു കളയാനുള്ള ശ്രമം നടത്തുന്നത്. അതുമാത്രമല്ല, ബാറുകൾ പ്രവർത്തിക്കുന്ന സമയം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശവും പുതിയ മദ്യനയത്തിലുണ്ട്. പുതിയ മദ്യനയം സർക്കാരിന്റെ ഒരു പൊതു നയമാണ്. അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ട് എന്ന് ന്യായീകരിക്കാമെങ്കിലും ആ നയത്തിന് അനുകൂലമായി പണപ്പിരിവ് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ന്യായീകരിക്കാൻ സാധ്യമല്ല. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയപരിധി രാത്രി 11-ൽ നിന്ന് 12-ലേക്ക് കൂട്ടാനുമടക്കം ഒരാൾ നൽകേണ്ടത് 2.5 ലക്ഷം രൂപയാണെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് ഇത് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനാണെന്നും പറയുന്നുണ്ട്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട്. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും, അതിൽ ഡ്രൈ ഡേ എടുത്തു കളയും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് 2.5 ലക്ഷം നൽകിയത്. ചിലർ വ്യക്തിപരമായി പണം നൽകിയിട്ടുണ്ടെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശബ്ദ സന്ദേശത്തിലുണ്ട്. പണം നൽകിയ ഇടുക്കിയിലെ ഒരു ബാർ ഹോട്ടലിന്റെ പേരും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗ സ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനുമോൻ പറയുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത്. പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ശബ്ദരേഖ നിഷേധിക്കാൻ അനുമോൻ തയ്യാറായില്ല. പരിശോധിക്കാമെന്ന് പറഞ്ഞ് അനുമോൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം നടന്നുവെന്ന് സമ്മതിച്ച സംസ്ഥാന പ്രസിഡന്റ് V. സുനിൽകുമാർ പക്ഷേ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.